ബ്രഹ്മപുരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. മാറുന്ന കൊച്ചി എന്താണ്, ബ്രഹ്മപുരത്തുണ്ടായ മാറ്റം എന്താണെന്നുള്ള നമ്മൾ നേരിൽ കാണുകയാണ്. അത്ഭുതകരമായ മാറ്റം ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കുണ്ടായി. മേയർ അനിൽകുമാർ തന്നെ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. മേയർ, ഇത് നമ്മൾ 2023 വലിയ തീപിടുത്തം ഇവിടെ ഉണ്ടായത്. 10-12 ദിവസം വലിയ വലിയ മാലിന്യക്കുനകൾ കത്തിപ്പിടിക്കുന്ന കാഴ്ചയെ കണ്ടത്. ആ സ്ഥലമാണ് ഇതെന്ന് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഞാനൊരു കാര്യം പറയാം ഉമേഷ്, ആ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിക്കണം. അതായത് നമ്മളിപ്പോൾ നിന്ന CBG പ്ലാന്റ് നമ്മുടെ ഒരു ബൗണ്ടറിയാണ്, കണ്ടില്ലേ? അപ്പോൾ ആ CBG പ്ലാന്റ് മുതൽ ഇങ്ങോട്ട് മുഴുവൻ നമ്മുടെ സ്ഥലമാണ്. ഇനി ഉമേഷിനൊരു ചെറിയ ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു കാഴ്ചയും കൂടി ഞാൻ കാണിച്ചു തരാം. അത് വേറൊന്നുമല്ല, ഇപ്പം ഈ കാണുന്ന പാവലില്ലേ, ഈ പാവൽ കിടക്കുന്ന സ്ഥലത്താണ് നമ്മുടെ MP രാജേഷ് മിനിസ്റ്റർ ക്രിക്കറ്റ് കളിച്ചത്. അതെ, അന്ന് നമ്മളെല്ലാം മനസ്സിലുണ്ടാവില്ല. എല്ലാവരും അല്ല, നിങ്ങളെല്ലാവരും നിന്ന്, അതായത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ മാലിന്യ മലകളായിരുന്നല്ലോ, അത് ഡിഗ് ചെയ്ത് അതിൻ്റെ താഴെയുള്ള 2 മീറ്റർ വരെ താഴ്ചയിൽ പോയിട്ട് വേസ്റ്റ് എല്ലാം എടുത്ത് മാറ്റി ബയോമൈൻ ചെയ്ത് കൊണ്ടുപോയല്ലോ. അപ്പോൾ അത് ഭൂമി വീണ്ടും താന്നപ്പോൾ ഈ കടമ്പറയാറിൽ നിന്നുള്ള കയറ്റമാണ് ഈ കാണുന്നത്, വെള്ളത്തിൻ്റെ ഏറ്റമാണ് കാണുന്നത്. അപ്പോൾ ഈ പ്രശ്നം നിൽക്കണമെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കടമ്പറയാറിനൊരു ഒരു സൈഡ് പ്രൊട്ടക്ഷൻ വാള് പണിയണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വേലിയേറ്റ സമയത്ത് കണ്ടില്ലേ പാവലതാണ്, നോക്കിക്കോ നിങ്ങൾ, പാവലല്ലേ കിടക്കണത്. ഈ പാവൽ കയറാനുള്ള കാരണം അതാണ്. നമ്മൾ നട്ട കുറേ അധികം രാമച്ചം, നിങ്ങളപ്പോൾ അപ്പുറത്ത് ആ അറ്റത്ത് നോക്കി ആ കാണുന്ന പച്ചപ്പുല്ല് എന്ന് പറയുന്നത് രാമച്ചമാണ്. അത് ഈ ഭൂമിയിൽ ഇവരെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ വിഷാംശം കളയാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് മാറിക്കഴിഞ്ഞാൽ മാറണമെങ്കിലാണ് രാമച്ചം നട്ടത്. പക്ഷെ നമ്മുടെ കുറേ രാമച്ചം ഇതിൽ പോയി. കാരണം പാവൽ കയറി വെള്ളം കയറി രാമച്ചം പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത കൗൺസിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് ഈ സൈഡ് പ്രൊട്ടക്ഷൻ വാള് കെട്ടുക എന്നുള്ളത്. അതിന് നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് ആ സൈഡ് പ്രൊട്ടക്ഷൻ വാളിന് ഇവിടെ മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ഇവിടെ മാത്രം കുഴിഞ്ഞു പോയി സ്ഥലം, ഇവിടെയും ഈ 2 സൈഡിലും കുഴിഞ്ഞു പോയി. മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ഞങ്ങൾ കഴിഞ്ഞ തവണ തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രഹ്മപുരത്തിൻ്റെ ഈ ഒരു ഭാഗം വരെ മാത്രമേ ക്ലിയർ ആക്കിയിട്ടുള്ളൂ. ഓർമ്മയുണ്ടാവും നിങ്ങൾ, ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. ഇപ്പോൾ കണ്ടൊരു കാഴ്ച കൗൺസിലർമാർ ആരും കാണാത്ത കാഴ്ചയാണ് കൈരളി കാണിച്ചത്. കാരണം ഞങ്ങളുടെ ഒരു കൗൺസിലറോ മുൻ കൗൺസിലറോ ബ്രഹ്മപുരത്ത് ഇവിടം വരെ വന്നിട്ടില്ല. ഈ സ്ഥലം വാങ്ങിയതിന് ശേഷം ഈ സ്ഥലം ചെല്ലിപ്പാടെന്നായിരുന്നു ഇതിൻ്റെ പേര്, ഇങ്ങോട്ട് കയറാനൊന്നും പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പുറത്താണ് പ്ലാന്റ് പണിത്, മറ്റേ അറ്റത്ത്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അറ്റത്ത്. ആ പ്ലാന്റ് മാത്രമാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. അത് ഒരു 13 ഏക്കർ നികത്തി ചെയ്തതാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് വെച്ചാൽ നമ്മളൊരു സർക്കുലർ റോഡ് ഉണ്ടാക്കുകയുണ്ട്. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു അഭിപ്രായമുണ്ട്, ഇത് ഒരു റോഡ് ആക്സസബിൾ ആയിരിക്കണം ഫുൾ. അപ്പോൾ ഈ സ്ഥലത്തേക്കൊന്നും ഞാനും വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം. ഒരാളും വന്നിട്ടില്ല, MP രാജേഷ് മിനിസ്റ്ററും ആരും വന്നിട്ടില്ല. കാരണം ഇങ്ങനൊരു റോഡ് ഉണ്ടായിരുന്നില്ല. ഈ റോഡ് ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോയിട്ട് സർക്കുലറായിട്ട് ഈ റോഡ് ഇപ്പുറത്ത് വന്ന് ചേരും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മപുരം മുഴുവനും ആക്സസബിൾ ആവുകയാണ്. മാത്രമല്ല, നിങ്ങൾ പോസ്റ്റ് ഇട്ടേക്കണില്ലേ, പോസ്റ്റുകളെല്ലാം ലൈറ്റ് ഉണ്ട്, മുഴുവൻ ക്യാമറയാണ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും കേരള ഹൈക്കോടതിക്കാണെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയണം. ഇവിടെ പല സാധനങ്ങൾ കൊണ്ടടിക്കുന്നുണ്ട്. നമ്മുടെ അറിവോടുകൂടി നമ്മൾ ഇപ്പോൾ നമ്മുടെ TP കനാലിൻ്റെ ചെലവന്നൂർ കായലിൽ നിന്ന് KMRൽ കോരുന്ന മണ്ണ് ഇവിടെ അടിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിടയ്ക്ക് മണ്ണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ ആരാണ് കൊണ്ടുവരുന്നത്, ഏത് വണ്ടിയിലാണ്? വെറുതെ അനുമതിയില്ലാതെ പഴയ പോലെ ആരും ഒന്നും ചെയ്യരുതെന്നുള്ളതുകൊണ്ടാണ് ആ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു മാസത്തിനകം ഈ റോഡ് ചുറ്റി വരും. ആ ചുറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മപുരത്തിൻ്റെ മുഴുവൻ സ്ഥലവും അതായി. 110 ഏക്കർ ഭൂമി, ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വാങ്ങിയ 110 ഏക്കർ ഭൂമി അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അവരുടെ സ്വത്ത്, എൻ്റെ അല്ലല്ലോ, അവരുടെ സ്വത്ത് അവർക്ക് ആദ്യമായി കാണാൻ കഴിഞ്ഞത് ഇന്നാണ്. അപ്പം അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ജനങ്ങളത് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ചർച്ചാ വിഷയമായിരുന്നു തന്നെ ബ്രഹ്മപുരം. അന്ന് ഈ പറഞ്ഞതുപോലെ തീപിടുത്തം ഉണ്ടായ സമയത്തൊക്കെ ഇത് ഇങ്ങനൊരു മാറും എന്നൊരു പക്ഷേ ആരും വിചാരിച്ചില്ല. അന്ന് പക്ഷേ സർക്കാരും കോർപ്പറേഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കാണുന്ന മാലിന്യമലയൊക്കെ മാറി ഇവിടെ ഒരു പൂങ്കാവനമാക്കുന്നു. അത് ഞാൻ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചു. അത് ഒരിക്കലും ഞാൻ അവകാശപ്പെടില്ല. അത് സർക്കാരിന് കൈവിടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾ തദ്ദേശ മന്ത്രിയായ ശ്രീ MP രാജേഷാണ്. അദ്ദേഹമാണ് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പിന്നെ ഞാൻ ആ സിസ്റ്റം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയത് അദ്ദേഹവും അന്നത്തെ ഗവൺമെൻറ് സെക്രട്ടറിയായ ശാരദാ മുരളീധരൻ IASുമാണ്. അവർ നിശ്ചയദാർഢ്യത്തോടു നിന്നു, മുഴുവൻ വകുപ്പും നിന്നു, ഒരു പ്രതിസന്ധിയും. പിന്നെ ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കുക. ബയോമൈനിങ്ങിനൊക്കെ എതിർത്ത ആളുകളുണ്ട്. പക്ഷെ നമുക്കറിയാമായിരുന്നു ഇതൊരു നല്ല കമ്പനിയാണ്, അവരത് കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ആ കാണുന്നത് എത്ര മാലിന്യമല ഉണ്ടായ സ്ഥാനത്ത് അത് വേറൊന്നുമില്ല, RDF ആണത്.
അത് അവർ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതാണ് അവർ ഉത്തരവാദിത്തത്തിൽ. ആ മണ്ണല്ല, ഈ ചെറിയ കൂന മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പുറത്ത് ഇതാ ഈ പാവലിൻ്റെ അപ്പുറത്ത് കാണുന്നില്ലേ, ആ ചെറിയ കൂന അവർക്ക് കൂടിപ്പോയ ഒരു 10 ദിവസം അവരുടെ ലോറികൾ വന്ന് സിമെൻറ്റ് കമ്പനിയിലേക്ക് കൊടുക്കേണ്ട RDF ആണ്. നിങ്ങൾ കണ്ടില്ലേ, ബയോമൈനിങ് പ്രോസസ്സ് എല്ലാം തീർന്നു. ഇതിനേക്കാൾ സന്തോഷം ഒരു മേയർക്ക് എന്ത് വേണം? ഇതിനേക്കാൾ കൂടുതൽ സന്തോഷം എൻ്റെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകർക്ക് എന്ത് വേണം? ഉമേഷ് എനിക്ക് ചെലവ് ചെയ്യണം. കാരണം ഉമേഷ് ഉൾപ്പെടെ ഒരു മാധ്യമ പ്രവർത്തകനും, ഉമേഷ് പഴയ ഒരാളാണ് അല്ലേ, കൊച്ചിയിൽ വന്നിട്ടുള്ള എന്നെ നേരത്തെ മുതലേ കാണുന്ന ഒരാളാണ്. നിങ്ങൾ ആരും കാണാത്ത ബ്രഹ്മപുരം ഫുള്ളായി നിങ്ങൾ ആരും ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ വാങ്ങിയ ഭൂമി 110 ഏക്കർ എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണെന്ന് എല്ലാവരും ആലോചിക്കും. ഇതാണ് ഈ ഭൂമി. തീർച്ചയായിട്ടും ഇവിടുത്തെ പ്ലാന്റുകൾ ഇപ്പോൾ എത്ര പ്ലാന്റുകൾ ഇപ്പോൾ 2 ഇപ്പം നിങ്ങളെ ഞാൻ ആദ്യം ഫുട്ടേജ് കാണിച്ചു. അത് നമ്മുടെ CBG പ്ലാന്റ്, ഇൻഡോറിന് ശേഷമുള്ള ഏറ്റവും നല്ല വലിയ പ്ലാന്റ് 150 ടൺസ്. പിന്നെ ആദ്യം കാണിച്ചത് 2 BSF പ്ലാന്റ് ആണ്. എത്ര ക്ലീനാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? 2 കൊല്ലം കഴിഞ്ഞിട്ടും വേസ്റ്റ് പട്ടാളപ്പുഴുക്കളുടെ 100 ടൺ, ഇത് 150 ടൺ, 250 ടൺ. ഞങ്ങൾക്കായ 150 ടണ്ണുള്ളൂ. പിന്നെ 100 ടൺ ഉണ്ട്. ഞങ്ങൾ തൃക്കാക്കര, തൃപ്പൂണിത്തറ, കളമശ്ശേരി ഇല്ലേ, ചുറ്റുപാടും കിടക്കുന്നവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ചേരാനല്ലൂർ പഞ്ചായത്ത്. അതുകൊണ്ട് കൊച്ചി നഗരസഭയുടെ ഈ കൗൺസിൽ ഭരണത്തെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും LDFകാർ മാത്രമായിരിക്കില്ല വോട്ട് ചെയ്യുന്നത്. നിശ്ചയമായും ഒരു വലിയ പങ്ക് വോട്ട് കിട്ടാൻ പോകുന്ന UDFൻ്റെയും വോട്ടർമാരും ഒപ്പം സ്വതന്ത്രരായ മനുഷ്യരുടേതായിരിക്കും എന്ന് എനിക്ക് യാതൊരു സംശയമില്ല. വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ഞാൻ അതുകൊണ്ടാണ് ഇതിനൊരു ഉത്തരവാദിത്തപ്പെട്ട പിന്തുടർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം വേസ്റ്റ് ടു എനർജി പ്ലാന്റ് വരാനുണ്ട്. സെക്കൻഡ്ലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, വേസ്റ്റ് ടു എനർജി പ്ലാന്റ് കൂടാതെ ഇത് ശരിക്കും ഒരു RDF പ്ലാന്റ് ആക്കാം. അപ്പോൾ ഷെഡ് മുഴുവൻ ഒഴിഞ്ഞു, വലിയ മെഷീനറീസ് ഉണ്ട്, അവർക്ക് നമുക്ക് വേണമെങ്കിൽ അവരെ ഏറ്റെടുക്കാം. ഷെഡ് നമ്മുടെയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ സൈഡ് കെട്ടണം. വേസ്റ്റ് ടു എനർജി പ്ലാന്റിനൊക്കെ മുമ്പ് വരേണ്ട ഒരു കുഞ്ഞു പ്ലാന്റ് ഉണ്ട്, 50 ടണ്ണിൻ്റെ ഒരു വിൻഡ്രോ പ്ലാന്റ്, സാധാരണ പഴയ ഇവിടെ ഉണ്ടായിരുന്ന വിൻഡ്രോ, അത് ഈസി മെക്കാനിസമാണ്. ഇതെല്ലാം വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരൊറ്റ കോമ്പൗണ്ടിനകത്ത് ഇത്രയധികം സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ നടക്കുന്ന ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കൊച്ചി മാറും. കേരളം ഇന്ത്യക്ക് മാതൃകയാകും. ഒരു ടെക്നോളജി ഫെയിലായാൽ മറ്റേ 2 ടെക്നോളജിയും പകരം, ഇപ്പോൾ വേസ്റ്റ് എനർജി കൂടി വന്നാൽ 3 ടെക്നോളജി വരും. പിന്നെ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? നമ്മൾ കേരളം മലയാളിക്ക് അഭിമാനത്തോടു കൂടി ഈ കാര്യങ്ങൾ പറയാനും പറ്റില്ലേ? വളരെ വളരെ നന്ദി കൈരളി. തീർച്ചയായിട്ടും വലിയ മാറ്റം, ബ്രഹ്മപുരത്തുണ്ടായ അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ചാണ് മേയർ സംസാരിച്ചത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു കാലത്ത് മാലിന്യമലയായിരുന്നത് പൂങ്കാവനമാക്കിയ അതിൻ്റെ നേർക്കാഴ്ച വളരെ ഫലപ്രദമായി CBG പ്ലാന്റ് ഉൾപ്പെടെ പ്രവർത്തിക്കാൻ പോകുന്ന, നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന BSF പ്ലാന്റ്, അങ്ങനെ വലിയ മാറ്റം ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഈ ബ്രഹ്മപുരത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അത് നമ്മൾ നേരിട്ട് ഇവിടെ എത്തി അത് സാക്ഷ്യപ്പെടുത്തുകയാണ്.